എല്ലാവർക്കും നമസ്കാരം. ഞാൻ വേദിക എം.യു. 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ വായിച്ചതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട പുസ്തകം ടോട്ടോ ചാൻ അഥവാ ജനാലയ്ക്കരികിലെ പെൺകുട്ടി. ഇത് എഴുതിയത് തെസോക്കോ കുറയോനഗി എന്ന ജാപ്പനീസ് എഴുത്തുകാരിയാണ്. അവരുടെ ആത്മകഥ അംശമുള്ള കഥയാണിത്. തെസോക്കോയുടെ കുട്ടിക്കാലത്തെ വിളിപ്പേരാണ് ടോട്ടോ ചാൻ. കുട്ടികളോടൊപ്പം തന്നെ മുതിർന്നവരും വായിച്ചിരിക്കേണ്ട പുസ്തകമാണിത്. ഈ പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ ഒരു സ്വപ്ന ലോകത്തിലാണോ എന്ന് തോന്നിപ്പോകും. അങ്ങനെ ഒരു സ്കൂളിൽ പോയി പഠിക്കാൻ കൊതിയാവും തീർച്ച. പഴയ സ്കൂളിൽ നിന്ന് വികൃതിയായ ടോട്ടോയെ പുറത്താക്കുന്നു. അങ്ങനെ അമ്മ വിഷമിച്ച അവളെ പുതിയൊരു സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നു. ട്രെയിൻ ബോഗി പോലൊരു സ്കൂൾ, ടോമോ വിദ്യാലയം. അവിടുത്തെ മാഷാണ് കൊബയാഷിയ മാസ്റ്റർ. മാഷ് അവളെ കേട്ടിരിക്കുന്നതും അവളുടെ കുസൃതികൾ ചിരിയോടെ നേരിടുന്നതും വളരെ രസകരമാണ്. രക്ഷിതാക്കളും അധ്യാപകരും കുട്ടികളോട് ഇടപെടേണ്ട രീതി ഇവിടെ മനസ്സിലാക്കി തരുന്നു. അതുപോലെ നല്ല കേൾവിക്കാരാവേണ്ട ആവശ്യകതയും പറയുന്നു. സ്കൂളിന്റെ പ്രത്യേകതകൾ നമ്മളെ അമ്പരിപ്പിക്കുന്നതാണ്. ആർക്കും പ്രത്യേക സീറ്റുകളില്ല. എവിടെ വേണമെങ്കിലും ഇരിക്കാം. ഇഷ്ടമുള്ളതെല്ലാം പഠിക്കാം. ഉച്ചയൂണിന് കടലിൽ നിന്നുള്ള പങ്കും മലയിൽ നിന്നുള്ള പങ്കും കൊണ്ടുവന്നിട്ടുണ്ടോ? മാഷ് ചോദിക്കും. കൊണ്ടുവരാത്തവർക്ക് അവിടെ നിന്നും കൊടുക്കും. പോഷകാഹാരത്തിന്റെ പ്രസക്തി അവിടെ പറയുന്നു. എനിക്കിതിൽ ഇഷ്ടപ്പെട്ട ഭാഗം ചവച്ചരച്ചിടക്കിട കഴിച്ചിടുന്നതൊക്കെ ചവച്ചരച്ചുമെല്ലാം ഇറച്ചി ചോറും മീൻ കറിയും എന്ന പാട്ടാണ്. ഇതാണ് ഉച്ചയൂണിന്റെ പ്രത്യേകത. പിന്നെ കുട്ടികൾ പ്രകൃതിയിലൂടെയുള്ള പഠനം. നീന്തൽ കുളത്തിൽ ആൺകുട്ടിയെന്നോ പെൺകുട്ടിയെന്നോ ഇല്ല, വ്യത്യാസമില്ലാതെ നീന്താം. എന്താണ് മനുഷ്യ ശരീരത്തിലെന്ന കുട്ടികൾ മനസ്സിലാക്കണം. പിന്നീട് അതറിയാനുള്ള കൗതുകം അവർക്ക് തോന്നേണ്ട കാര്യമില്ല. പേടിയില്ല പരീക്ഷകൾ, ധൈര്യം പരിശോധിക്കാനുള്ള പരീക്ഷകൾ. ഇതിൻ്റെയൊക്കെ വായനാനുഭവം വളരെ മികച്ചതാണ്. പിന്നെ പഴയ വസ്ത്രങ്ങൾ ധരിച്ചേ വരാവൂ. കാരണം കുട്ടികൾ തമ്മിൽ വേർതിരിവില്ല. ചളിയിലും മണ്ണിലും കളിച്ച് പ്രകൃതിയോട് ഇണങ്ങി അവർ വളരട്ടെ. കർഷകൻ വന്നു കൃഷി ചെയ്തു കാണിച്ച് പഠിപ്പിക്കുന്നതും തുറന്ന പാചകശാലയിൽ കുട്ടികൾ തന്നെ പാചകം ചെയ്യുന്നതും ഇത് വായിക്കുമ്പോൾ നമ്മൾ അവരിലൊരാളായി മാറും എന്നത് തീർച്ച. കാലിന് വയ്യാത്ത ഒരു കുട്ടിയാണ് നമ്മുടെ ക്ലാസ് മുറിയോട് എങ്ങനെ ഭാഗമാക്കണം എന്നതും കുട്ടികളെ എങ്ങനെ പോസിറ്റീവോടെ വളർത്താം എന്നും പെരുമാറേണ്ട രീതികളും എല്ലാം വിശദമായി പറയുന്നു. ഒരു ബോംബ് സ്ഫോടനത്തിൽ ടോമോ സ്കൂൾ നശിക്കുന്നതും പിന്നീട് അവർക്ക് സംഭവിച്ച കാര്യങ്ങളും എല്ലാമാണ് അവസാനത്തെ ഭാഗത്ത് പറയുന്നത്. ടോട്ടോ ചാൻ ഊട്ടിയുറപ്പിക്കുന്നത് ഇതാണ്: 100 പൂക്കൾ വിരിയട്ടെ, 1000 ചിന്താ പദ്ധതികൾ നമ്മിൽ ഉയരട്ടെ. ഓരോ കുഞ്ഞുങ്ങളും വ്യത്യസ്തരാണ്. അത് മനസ്സിലാക്കി വേണം അവരെ നമ്മൾ നയിക്കാൻ. നന്ദി, നമസ്കാരം.